ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. തൈര് 2 സ്പൂണ്, വറ്റൽമുളക് 2 എടുത്തിട്ടുള്ളത്. വേണ്ടവർക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ കണ്ട വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. ഒരു ഇഞ്ചി കഷ്ണം, ചെറിയൊരു വലിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൽ കൂടെ ഒരു തക്കാളിയും കൂടി. ഇത് തക്കാളി ദോശ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ചെയ്ത് നോക്കിയതാണ്. മാവൊന്നും കൂട്ടി വയ്ക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ല, ടേസ്റ്റ് എനിക്കിഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല. കുട്ടികളൊക്കെ പറ്റിക്കിടക്ക്. അത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി അതിൽ കൂടെ റവ ചേർത്ത് കൊടുക്കാം. റവ 3 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ അളവിൽ ഒരു തക്കാളിയുടെ കൂടെ. പിന്നെ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 2 സ്പൂൺ മതി. ഞാനിതിൽ 3 സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു പോവാണ്. പക്ഷെ അത്രയ്ക്ക് വേണ്ട, 2 സ്പൂൺ മതി. എന്നിട്ടെല്ലാം കൂടെ കുറച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. മാവ് അരച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് അതിൽ വെള്ളത്തിൻ്റെ റവ ചേർക്കുന്നതല്ലേ, അപ്പോൾ അതൊന്ന് സെറ്റായി വരാനാണ് ഈ 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ദോശയുടെ അതേ മാവിൻ്റെ ലൂസാണ് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചുട്ടെടുക്കാം. തക്കാളി ദോശ റെഡി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ട്രൈ ചെയ്ത് നോക്കുക.